അപ്പോൾ ഈ സൈബർ പ്രൈവസി നമുക്ക് പൊതുവെ നമ്മൾ ഇതങ്ങ് കീഴടങ്ങി കൊടുക്കുക ചെയ്യുന്നത്. അത് പോലീസ് കൊണ്ടുപോയി, ഇപ്പം എന്ത് ചെയ്യാനാ, ഞാൻ വേറെ മൊബൈൽ എടുത്തു, അവിടെ വെച്ച് തീർന്നു. അതങ്ങനെയല്ല, ഇൻ പ്രിൻസിപ്പിൾ അങ്ങനെ ചെയ്യാൻ പാടില്ല പോലീസ്. പക്ഷേ പോലീസ് ഈ പറഞ്ഞ പോലെ എൻ്റെ കാര്യത്തിൽ എൻ്റെ മൊബൈലിൽ അവർക്ക് എവിഡൻസ് ഇല്ലെങ്കിലും എവിഡൻസ് ഉണ്ടാകുന്ന സ്ഥിതികളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ബാലൻസ് ചെയ്യും? അതൊരു തലവേദനയാണ്. ഞാനും പറഞ്ഞു യെസ്, ഒരു തലവേദനയാണ്. എന്നെ സമയത്തോളം ഞാൻ ഇത് 2018 തന്നെ സോൾവ് ചെയ്തത്. എൻ്റെ പേഴ്സണലി ജസ്റ്റിസ് കമാൽ പാഷയുടെ ജഡ്ജ്മെൻറ്റിൽ എൻ്റെ മൊബൈൽ പിടിക്കരുതെന്നുണ്ട്, എന്നിട്ടും നിങ്ങൾ പിടിച്ചു. അതുകൊണ്ട് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ രക്ഷപ്പെടും ചിലപ്പോൾ ഈ കമാൽ പാഷയുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ ആർഗ്യൂ ചെയ്തിട്ട്. ബട്ട് പൊതുജനങ്ങളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. അത് ചിലപ്പോൾ പൊതു താല്പര്യ ഹർജി ആരെങ്കിലും ഫയൽ ചെയ്യേണ്ടിയൊക്കെ വരും. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് പോലീസ് ചെയ്യുന്നതാണ്, ചുമ്മാ മൊബൈൽ പിടിച്ചെടുത്തോണ്ട്. ഞാൻ പണ്ട് ഒരു കൊല ചെയ്യാനായിട്ട് ഒരാൾ ലാൻഡ് ലൈൻ ഉള്ള കാലത്ത് ലാൻഡ് ലൈനിൽ വിളിച്ചിട്ട് ഞാൻ വായിച്ചത്തിനോട് പറയുന്നു, മറ്റവനെ തട്ടിയേക്ക്, അവനവിടെ നിൽപ്പുണ്ട് മേനക ജംഗ്ഷനിൽ. ഞാനിപ്പോൾ പോകും. ഇത് പോലീസ് കോടതിയിൽ പറയുന്നു. ആ കോടതിയിൽ ഈ 2 ടെലിഫോൺ ഹാജരാക്കാറുണ്ട്. ഈ ഫോണിൽ നിന്നാണ് സംസാരിച്ചത്, ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മൊബൈൽ ഫോൺ എന്തിനാ? ലാൻഡ് ലൈൻ വേണ്ടാത്തൊരു കാര്യത്തിന് മൊബൈൽ ഫോൺ നിങ്ങൾ തെളിവാകുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കോൾ ഡാറ്റ റെക്കോർഡർ എടുക്കുന്നു, ഞാൻ വായിജത്തിനെ ഇന്ന സമയത്ത് വിളിച്ചിരുന്നു, ഇത്ര സെക്കൻഡ് സംസാരിച്ചിരുന്നു. വാട്ട് ഫോർ? ഇതില്ലാതിരുന്ന കാലത്ത് നിങ്ങളെങ്ങനെയാണ് ഇത് വാദിച്ചുകൊണ്ടിരുന്നത്? അതുപോലെ ഇപ്പോഴും വാദിക്കണം. അപ്പോൾ ഈ ജസ്റ്റിസ് കമാൽ പാഷ പ്ലസ് അങ്ങനത്തെ ചിന്തയുള്ള ധാരാളം ഈ മനുഷ്യാവകാശം എന്ന ദൃഷ്ടിയിൽ നോക്കുന്നവർ, ഈ അപകടങ്ങൾ മനസ്സിലാക്കുന്നവർ, അവരുടെ ജഡ്ജ്മെൻ്റൊക്കെ ഇതിൽ ഇൻക്ലൈൻഡ് ആയിരിക്കും.